everyone, welcome back to my channel. Hope you all doing great. So ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വെറും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല, ഡേ ഇൻ മൈ ലൈഫ് അറ്റ് സിസ്റ്റേഴ്സ് ഹോം ആണ്. ഓണം വെക്കേഷൻ്റെ സമയത്ത് ഞാൻ ആദ്യത്തെ 2-3 ദിവസം എൻ്റെ ഇത്താത്താൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചെടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ ഏർലി മോർണിംഗ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് മസാല ദോശയും സാമ്പാറും ചട്നിയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ഫുഡ് തന്നെയാണ് മസാല ദോശ. അപ്പോൾ എനിക്ക് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ മസാല ദോശ ഉണ്ടാക്കിയത് ഞാനാണ്. ചുട്ടത് മാത്രമേ ഞാനുള്ളൂ, ബാറ്ററും കാര്യങ്ങളൊക്കെ ഇത്താത്ത ഉണ്ടാക്കി വെച്ചതാണ്. ഹൗസ് ചോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര മടിയൊന്നുമില്ല. സോ ഞാൻ വേഗം ഡൈനിങ് ടേബിളിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. മസാല ദോശൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല അടിപൊളി ചൂടുള്ള കട്ടനും കൂടി ഉണ്ടായിരുന്നു. സോ അപ്പോഴാണ് ആ ഒരു കോംബോ സെറ്റ് ആവുക. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. സാമ്പാറും ചട്നിയും കാര്യങ്ങളൊക്കെ കൂട്ടി നമ്മുടെ മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആസ് യൂഷ്വൽ ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ചുമ്മാ വെറുതെ ഇരുന്നു കുറച്ച് സമയം. ഞാനും എൻ്റെ ഇത്താത്തൻ്റെ മോനും കൂടെ ചുമ്മാ കുറച്ച് സമയം ഇരുന്നു. അവൻ ഫോൺ നോക്കി. ഇത്താത്ത ലേറ്റസ്റ്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ന്യൂ ബോൺ ബേബിനെ നോക്കി അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടി വിയിൽ കുറച്ച് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ലാപ്പിൽ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ നോക്കി. കാര്യമായിട്ട് ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിന്നു. സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. റെക്കോർഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റെക്കോർഡ് ലാപ്ടോപ്പൊക്കെ തുറന്ന് വെച്ചിരുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സമയം പിൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പൊടിക്കാം. അപ്പോൾ വെക്കേഷനിലെ ആദ്യത്തെ 2-3 ഡേയ്സ് എൻ്റെ സ്റ്റേ താത്താൻ്റെ വീട്ടിലായിരുന്നു. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ബോറുണ്ടായിരുന്നു. ഫ്രൂട്ടി കുടിച്ചതിൻ്റെ ആ ഒരു കവറ് കളയാതെ നമുക്ക് അതിനെ കൊണ്ട് പടക്കം കണക്കാക്കുക, അതിൽ എയർ നിറച്ചിട്ട് പടക്കം കണക്കാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനും കൂടെ നേരെ പുറത്തേക്ക് വിട്ടു. ഞാൻ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ ഫോണും എടുത്ത് നേരെ പോയിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തപ്പോൾ രണ്ടാളതും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ചിലവളത് റെഡിയാവും, ചിലവളത് റെഡിയാവില്ല. പക്ഷെ നമ്മളത് രണ്ടാളതും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പൊരിഞ്ഞ വെയിലത്താണ് നമ്മൾ രണ്ടാളും ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് പുറത്തിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സമയം ചുമ്മാ അങ്ങനെ ഇരുന്നു. ഇങ്ങ് പറന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും വരില്ലാന്ന് തോന്നുന്നു. ആരെടുക്ക് ചത്തിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഗൈസ് ഞാൻ പോയി നോക്കണം. വേറെ സൈക്കിളില്ല, അതുകൊണ്ട് അതായത് ബ്രേക്കിന് വെച്ചിട്ട് ഇനി ചത്തോ എന്തോ. ചത്താ ഇത് കണ്ടേന്ന് തോന്നുന്നു. ഒന്നും അറിയില്ല. ഇന്നൊന്നും വരൂല. അതുകൊണ്ട് നമുക്ക് 10 മണിക്കൂറെല്ലാം എടുക്കാം. കൊടുത്തു പോയാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സൈക്ലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ സൈക്കിൾ എടുത്തിട്ട് ഒരു റൗണ്ട് ചുറ്റി വന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് അവൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അത്ര പെർഫെക്റ്റും കാര്യങ്ങളൊന്നല്ല അവൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷെ അവൻ പറയുന്ന ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ കുറച്ച് സമയം നമ്മൾ ചുമ്മാ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലത്ത് സൈക്ലിങ്ങും ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ച് നമ്മുടെ ആത്മാർത്ഥത നിങ്ങൾ കാണാതെ പോകരുത്. പിന്നെ നമ്മൾ രണ്ടാളും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചോറും എന്തൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇഡലിയും ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ബീഫ് കറിയും. സോ നമ്മൾ രണ്ടാളും ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ കുറേ സമയം ഇങ്ങനെ ഇരുന്നത് കൊണ്ട് തന്നെ നല്ല ബോറുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഡോണറ്റ്സ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഫ്രിഡ്ജ് നോക്കിയ സമയത്ത് അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. സോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്കിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ പോയി ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത്യാവശ്യം ആ ഒരു ടൈം നമുക്ക് ഈവനിങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായയും ഡോണറ്റൊക്കെ കഴിച്ചു. പിന്നെ രാത്രി ഡിന്നറിനായിട്ട് നമുക്ക് ഇഡലിയും ബീഫ് കറിയാണ് ഉണ്ടായിരുന്നത്. സോ നമ്മളത് കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് അറ്റ് സിസ്റ്റേഴ്സ് ഹോം. പിന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അകത്താക്കി കുറച്ച് സമയം നമ്മളെല്ലാവരും ടി വി കണ്ടു. പിന്നെ കുറച്ച് സമയം സംസാരിച്ചിരുന്നു ഇങ്ങനെ. സോ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബാക്കി 2 ദിവസവും. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.